ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിസ്ത ക്ലൗഡിനെ പറ്റിയാണ്. ഫ്രാൻസിലെ ഓർലിൻസിലെ രാജാവിൻ്റെ മകനായിരുന്നു വിസ്ത ക്ലൗഡ്. ക്ലൗഡിന് 3 വയസ്സായപ്പോൾ അവൻ്റെ പിതാവ് കൊല്ലപ്പെട്ടു. അതിനുശേഷം അവൻ്റെ 2 സഹോദരന്മാരെയും അവനെയും കൂട്ടി വിശുദ്ധൻ്റെ മുത്തശ്ശിയായിരുന്ന വിസ്ത ക്ലോറ്റിൽഡ പാരീസിലേക്ക് യാത്രയായി. അവിടെ അവർ നല്ല രീതിയിൽ ജീവിതം നയിച്ചു പോന്നു. അതിനിടയിൽ ക്ലൗഡിൻ്റെ അമ്മാവൻ ക്ലൗഡിൻ്റെ 2 സഹോദരന്മാരെയും സ്വന്തം കൈകൊണ്ട് തന്നെ കൊലപ്പെടുത്തി. ദൈവനിയോഗത്താൽ ഭാഗ്യമെന്ന് പറയട്ടെ, ക്ലൗഡ് മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവസ്നേഹത്തെ പ്രതി ഒരു ആശ്രമ ജീവിതം നയിക്കാൻ ക്ലൗഡ് ആഗ്രഹിച്ചു. അങ്ങനെ പാരീസിനടുത്ത് സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സെബേരിയോസ് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ആ സന്യാസിയിൽ നിന്ന് തന്നെ സന്യാസ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. തികച്ചും ഏകാഗിയായി കഴിയാൻ വേണ്ടി ക്ലൗഡ് ഏകാഗി ജീവിതം നയിക്കാൻ വേണ്ടി പ്രൊവിൻസിലേക്ക് യാത്രയായി. അവിടെ രഹസ്യമായി താമസിക്കുകയും ചെയ്തു. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം അത് ജനശ്രദ്ധയെ ആകർഷിക്കുകയും ധാരാളം ആൾക്കാർ അവിടേക്ക് വരികയും ചെയ്തതോടെ വിശുദ്ധൻ തിരിച്ച പാരീസിലേക്ക് തന്നെ യാത്രയായി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാരീസിലെ ജനങ്ങൾ ആഹ്ലാദ ആരവത്തോടു കൂടിയാണ് വിശുദ്ധനെ അവിടെ സ്വീകരിച്ചത്. അവിടുത്തെ ജനങ്ങളുടെ നിർബന്ധപ്രകാരം അവിടുത്തെ അന്നത്തെ മെത്രാനായിരുന്ന യൂസേബിയോസിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം 3 വർഷത്തേക്ക് അവിടെ തന്നെ വിശുദ്ധൻ വിശുദ്ധ ശുശ്രൂഷകൾ ചെയ്ത് ജീവിച്ചു പോന്നു. അതിനുശേഷം അവിടെ നിന്ന് ഏതാണ്ട് 2 കാതം അകലെയുള്ള സെന്റ് ക്ലൗഡ് എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു ആശ്രമം പണിയുകയും ചെയ്തു. ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ആത്മാവ് നശിച്ചു പോയേക്കുമെന്ന് ഭയന്ന് ജീവിച്ചിരുന്ന കുറെ വിശുദ്ധ ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് ആശ്രമ ജീവിതം നയിച്ചു പോന്നു. അവിടുത്തെ സുപ്പീരിയറായി വിസ്ത ക്ലൗഡിനെയാണ് അവർ നിശ്ചയിച്ചിരുന്നത്. ക്ലൗഡ് തൻ്റെ വാക്കുകളാലും ജീവിതചര്യയാലും അവർക്ക് മാതൃകയായി തീർന്നു. ആ ദേശത്തിന് മാത്രമല്ല, അടുത്തുള്ള ദേശത്തിനും ജനങ്ങൾക്ക് ഉപദേശത്താലും ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ക്ലൗഡ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിലെ ആദ്യ രാജകുടുംബത്തിലെ രാജകുമാരന്മാരിൽ പ്രഥമനായിരുന്നു വിസ്ത ക്ലൗഡ്. നമുക്കും വിസ്ത ക്ലൗഡിനെ പോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അതിനായിട്ട് വിസ്ത ക്ലൗഡിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.